ഹായ് എവ്രിവൺ. കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൽ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, റിഡംഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ഈ റിഡംഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിൽ രണ്ട് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ രണ്ട് സെക്യൂരിറ്റീസിന്റെ റിഡംഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ദ ഫസ്റ്റ് വൺ പ്രിഫറൻസ് ഷെയർസ്, ദെൻ ദ നെക്സ്റ്റ് വൺ ഡിബഞ്ചേഴ്സ്. പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും എങ്ങനെയാണ് റിഡീം ചെയ്യുന്നത്, ആ രണ്ട് ടോപ്പിക്കുകളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതിൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിഫറൻസ് ഷെയർ എന്താന്ന് പറഞ്ഞു, ദെൻ റിഡംഷൻ എന്ന് പറയുന്ന ഒരു ടേം എന്താ മീൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വാട്ട് ആർ ദ കണ്ടീഷൻസ്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ 3 മെത്തേഡ്സ് ആണുള്ളത്, 3 മെത്തേഡുകളാണുള്ളത്. അതിൽ ആദ്യത്തെ മെത്തേഡ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്ത്, പുതിയ ഷെയർസ് മീൻസ് ഇക്വിറ്റി ഷെയർസോ പ്രിഫറൻസ് ഷെയർസോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ദെൻ ആ ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന ആ ഒരു ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, റിഡംഷൻ നടത്തുക, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസിനെ റീപേ ചെയ്യാം. അതാണ് ആദ്യത്തെ മെത്തേഡ്. അതെന്താന്ന് പറഞ്ഞു, അതിൽ ഡിസ്കൗണ്ടിലും പാറിലും പ്രീമിയത്തിലൊക്കെ വരുന്ന പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണത് സെക്കൻഡ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് റിഡീം ചെയ്യുക, അതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. ഒരു കമ്പനിയുടെ ഡിവിസിബിൾ പ്രോഫിറ്റ്സ് നിന്ന്, അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാൻ മാറ്റി വെച്ചിട്ടുള്ള ഒരു പ്രോഫിറ്റിൽ നിന്ന് എങ്ങനെയാണ് പ്രിഫറൻസ് ഷെയർസിനെ റിഡീം ചെയ്യുന്നത്, ദെൻ അതിന്റെ ജേർണൽ എൻട്രീസ് എന്താ, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താ, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണത്. യെസ്, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. Redeemable preference shares can be redeemed out of the divisible profits. Divisible profits for dividend. അതായത് ഒരു കമ്പനിയുടെ ഡിവിസിബിൾ പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാൻ മാറ്റി വെച്ചിട്ടുള്ള പ്രോഫിറ്റ്സ് എന്തിനു പറ്റും, പ്രിഫറൻസ് ഷെയർസിനെ റിഡീം ചെയ്യാൻ, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ക്യാപിറ്റൽ റീപേ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഈ ഡിവിസിബിൾ അല്ലെങ്കിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഡിവിസിബിൾ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത പ്രോഫിറ്റ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. സോ ആ ഒരു ഡിവിസിബിൾ പ്രോഫിറ്റ്സിനുള്ള എക്സാമ്പിൾസ് ആണ് ജനറൽ റിസർവ്, റിസർവ് ഫണ്ട്സ്, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ്, ഇൻഷുറൻസ് ഫണ്ട്, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്, വർക്ക്മെൻസ് ആക്സിഡന്റ് ഫണ്ട്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, reserve for contingencies, any other revenue reserves, profit and loss account balance, etc. അതായത് ഒരു കമ്പനി അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഡിവിസിബിൾ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പ്രോഫിറ്റ്സ് ആണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, റിഡംഷൻ യൂസ് ചെയ്യുന്നത്. ഈ ഡിവിസിബിൾ അല്ലെങ്കിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഐറ്റംസ് അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഇൻക്ലൂഡഡ് ആണ്. ജനറൽ റിസർവ്, റിസർവ് ഫണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ്, ഇൻഷുറൻസ് ഫണ്ട്, എക്സെട്ര എക്സെട്ര എക്സെട്ര. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. Then, in the case of shares so redeemed, should be transferred from divisible profits to capital redemption reserve account. അതായത് ഷെയർസ് നമ്മൾ റിഡീം ചെയ്യുമ്പോൾ ആ ഡിവിസിബിൾ പ്രോഫിറ്റ്സിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. യെസ്, എന്തിനാണ് അത്തരത്തിലൊരു CRR അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതാണ് ഇനി പറയുന്നത്. CRR അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ, ആ ഒരു അക്കൗണ്ടിലേക്ക് ആ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റീസൺസ്. ദ ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ മെയിൻ്റനൻസ്. അതായത് ഈ ഒരു CRR ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പർപ്പസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ബൈ ക്രിയേറ്റിംഗ് CRR it is possible to protect capital structure. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ CRR അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു. ഇഫ് മച്ച് വേരിയേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ components and volume of capital, business activities would be reduced. This caused dissatisfaction among shareholders. നമ്മൾ നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ് എടുത്ത് നമ്മൾ അല്ലെങ്കിൽ കൂടുതലായിട്ടും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ റിഡീം ചെയ്യുമ്പോൾ, അതായത് ക്യാപിറ്റൽ റീപേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാപിറ്റലിന്റെ വോളിയം കുറയും. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ
എക്സിസ്റ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അത് തിരിച്ചു കൊടുക്കുകയാണ്, റീപേ ചെയ്യാണ്. അപ്പോൾ ക്യാപിറ്റലിന്റെ വോളിയം കുറയും, അല്ലെങ്കിൽ അവർ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ കോമ്പണന്റ്, അതായത് ഇക്വിറ്റി അല്ലെങ്കിൽ ഡെറ്റ് കണ്ടന്റിന്റെ ആ ഒരു പ്രൊപ്പോർഷൻ കമ്മിയാവും, അല്ലെങ്കിൽ പ്രൊപ്പോർഷനിൽ വലിയ വാരിയേഷൻസ് വരും. സോ അത്തരത്തിലൊരു വാരിയേഷൻസ് വരുമ്പോൾ ബിസിനസ് ആക്ടിവിറ്റീസ് സ്വാഭാവികമായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടി വരും. സോ അത്തരത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്നത് പ്രോഫിറ്റിൽ റിഫ്ലക്ട് ചെയ്യും. സോ അത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാവുന്നുണ്ട്. സോ ഇത്തരത്തില് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് അല്ലെങ്കിൽ CRR മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ ഒരു ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന ആ ഒരു വാരിയേഷൻസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് CRR ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ റീസൺ. ദെൻ ദ സെക്കൻഡ് വൺ, നെക്സ്റ്റ് വൺ പറയുന്നത് സേഫ് ഗാർഡ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ദെൻ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാം. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫേം പേ ചെയ്യാനുള്ള, അതായത് എമൗണ്ട് അങ്ങോട്ട് കൊടുക്കാനുള്ളവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ക്രെഡിറ്റേഴ്സ് എപ്പോഴും നമുക്ക് ക്രെഡിറ്റിന് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ തരുന്നത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഫേമിന്റെ ഒരു പ്രോഫിറ്റബിലിറ്റി, ഗുഡ് വിൽ, അല്ലെങ്കിൽ നമുക്ക് അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവ്, അതിനെയൊക്കെ കണ്ടുകൊണ്ടാണ്. സോ ഇത്തരത്തിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുന്നു, അതിന്റെ ഡെറ്റ് ഇക്വിറ്റി കണ്ടന്റിന്റെ കോംബോ വാരിയേഷൻ വരുന്നുണ്ട് അതിൽ. ദെൻ അതുപോലെ ക്യാപിറ്റൽ വോളിയം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ്സ് കുറയുന്നു, ബിസിനസ് ആക്ടിവിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ക്രെഡിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യും. സോ ആ ക്രെഡിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യാനും കൂടിയാണ് CRR നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ അതിന്റെ അണ്ടറിൽ കാണാം നോട്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഫോർ കാൽക്കുലേറ്റിംഗ് CRR ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദ പ്രീമിയം ഓൺ റിഡംഷൻ ആൻഡ് സെക്യൂരിറ്റി പ്രീമിയം ആർ ടോട്ടലി ഇഗ്നോർഡ്. അതായത് റിഡംഷന്റെ മേലെ നമ്മൾ കൊടുക്കുന്ന പ്രീമിയം, അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. CRR ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, CRRന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിഡംഷന് കൊടുക്കുന്ന പ്രീമിയം അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി പ്രീമിയം അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ആ രണ്ട് ഐറ്റംസും നമ്മൾ ടോട്ടലി ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ദെൻ ഇനി പറയാൻ പോണത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. അതായത് നമ്മുടെ റിഡംഷൻ നടക്കുന്നത് ഔട്ട് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ ഡിവിസിബിൾ പ്രോഫിറ്റ്സ് നിന്ന്, കമ്പനിയുടെ അൺഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് നിന്നാണ് റിഡംഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ് റിഡംഷൻ ടേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജേർണൽ എൻട്രീസ് എഴുതുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് നടക്കുന്നത്, അതാണ് ഇനി നോക്കാൻ പോണത്. യെസ്, when shares are redeemed at par, ഷെയർസ് റിഡീം ചെയ്യുന്നത് അറ്റ് പാറിലാണെങ്കിൽ, അതായത് 10 രൂപയുടെ ഷെയർ ആണെങ്കിൽ ആ 10 രൂപ തന്നെയാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെയാണ് ജേർണൽ എൻട്രി ആദ്യത്തെ കേസുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഓൺ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, ആദ്യത്തെ ജേർണൽ എൻട്രി വരുന്നത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെയാണ്. യെസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ജനറൽ റിസർവ്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നോ ജനറൽ റിസർവ് എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് റീപേ ചെയ്യണത്. സോ ആദ്യം ആ ഒരു എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ദെൻ ഓൺ ദ റിഡംഷൻ ഓഫ് ഷെയർസ്, അതായത് ആ റിഡംഷൻ ഷെയർസ് റിഡീം ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ റീപേ ചെയ്യാനുള്ള ക്യാപിറ്റൽ ഡ്യൂ ആവാണ്, അതിന്റെ ജേർണൽ എൻട്രി ആണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, അതായത് ആ ഒരു റിഡംഷന്റെ എമൗണ്ട്, റീപേയ്മെന്റ് എമൗണ്ട് അവിടെ ഡ്യൂ ആയി. ദെൻ ദ ലാസ്റ്റ് ജേർണൽ എൻട്രി ഓൺ പേയ്മെന്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ദെൻ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ കൊടുക്കുകയാണ്, പേ ചെയ്യാണ്. പേ ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്, അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് പേ ചെയ്യുന്നത്, സോ അവരെ ഡെബിറ്റ് ചെയ്യുന്നു. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ഈ 3 ജേർണൽ എൻട്രീസ് ആണ് ഒരു ഷെയർ അറ്റ് പാർ, ഫേസ് വാല്യൂവിന് തന്നെയാണ് അല്ലെങ്കിൽ അതിന്റെ നോമിനൽ വാല്യൂവിൽ തന്നെയാണ് റിഡീം ചെയ്യുന്നത്, റീപേ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്ന ജേർണൽ എൻട്രി. ഏത് മെത്തേഡ് പ്രകാരം, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നുള്ള ഒരു മെത്തേഡ് പ്രകാരം. സോ ആദ്യം ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. എവിടുന്ന ട്രാൻസ്ഫർ ചെയ്യണത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്നോ. ദെൻ പിന്നീട് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് ഡ്യൂ ആവാണ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്.
ദെൻ മൂന്നാമത് വരുന്നതാണ് ആ ഒരു എമൗണ്ട് പേ ചെയ്യുന്നത്. പേ ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഇത്രയും ജേണൽ എൻട്രീസ് ആണ് വരുന്നത്. ദെൻ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ, അതായത് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആ ഒരു മെത്തേഡിൽ പറഞ്ഞ കാര്യമാണ്, ഒരു പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അത് ഫുള്ളി പെയ്ഡ് ആണോ പാർട്ട്ലി പെയ്ഡ് ആണോ എന്നുള്ളത് നോക്കണം. പാർട്ട്ലി പെയ്ഡ് ആണെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് ആയി കൺവേർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് ആ പെൻഡിങ്ങിൽ നിൽക്കുന്ന ആ ഒരു കോൾ, അതായത് ആ ഒരു ഫൈനൽ കോൾ നമ്മൾ വിളിക്കണം, അതിന്റെ എമൗണ്ട് കളക്ട് ചെയ്യണം, എന്നിട്ട് വേണം റിഡീം ചെയ്യാൻ. സോ അതിനുള്ള ജേണൽ എൻട്രീസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ അതിന്റെ ആൻസേഴ്സ്, ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ചെയ്തിട്ടുള്ളതാണ്, പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതേ ജേണൽ എൻട്രി ആണ് ഇവിടെയും വരിക. ദാറ്റ് മീൻസ് ഒരു പാർട്ട്ലി പെയ്ഡ് ഷെയർ ആണെങ്കിൽ അതിന് ആ ഒരു ഫൈനൽ കോളെ വിളിച്ച് ദെൻ ആ ഒരു എമൗണ്ട് റിസീവ് ചെയ്യണം. അതാണ് ആദ്യം വരിക. പിന്നീട് വേണം അതിനെന്ത് ചെയ്യാൻ, റിഡീം ചെയ്യാൻ. ഇനി ഇപ്പൊ നമ്മൾ അറ്റ് പാർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു. ഇനി നമ്മൾ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിനാണെങ്കിൽ, ഷെയർസ് പ്രീമിയത്തിന് റിഡീം ചെയ്യുമ്പോഴത്തെ ജേണൽ എൻട്രി ആണ് പറയുന്നത്. ആദ്യം നമ്മുടെ കഴിഞ്ഞ ജേണൽ എൻട്രിയിലെ പോലെ പാറിന് റിഡീം ചെയ്യുന്ന സെയിം കാര്യമാണ് ഇപ്പോഴും പ്രീമിയത്തിന് റിഡീം ചെയ്യുമ്പോഴും. ആദ്യത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് ഒരു എമൗണ്ട്. എവിടുന്നാ ട്രാൻസ്ഫർ ചെയ്യണത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ ജനറൽ റിസർവ് നിന്നോ ആണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് അല്ലെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റഡ് to capital redemption reserve account, profit and loss account or general reserve account debted to capital redemption reserve account. Then രണ്ടാമത്തെ ജേണൽ എൻട്രി വരുന്നത് പ്രീമിയത്തിന്റെ ആണ്. പ്രീമിയത്തിന്റെ ജേണൽ എൻട്രി വരുന്നത് ഇങ്ങനെയാണ്: സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. അതായത് റിഡംഷന്റെ മുകളിൽ പ്രീമിയം പ്രൊവൈഡ് ചെയ്യാണ്. അത് എവിടുന്ന പ്രീമിയം കൊടുക്കുന്നത്? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്നാവാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്നാവാം. ഈ ഏതെങ്കിലും ഒരു അക്കൗണ്ട് എന്നാണ് നമ്മൾ റിഡംഷന് പ്രീമിയം കൊടുക്കുക. സോ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. ദെൻ മൂന്നാമത്തെ ജേണൽ എൻട്രി വരുന്നത് ആ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള മണി ഡ്യൂ ആവാം. ഡ്യൂ ആവുമ്പോഴത്തെ ജേണൽ എൻട്രി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ്, ദെൻ പ്രീമിയത്തിനാണ് റിഡീം ചെയ്യുന്നത്. സോ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ജേണൽ എൻട്രി വരുന്നത് ഓൺ പേയ്മെന്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ആ പൈസ നമ്മൾ റീപേ ചെയ്യാണ്, തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തെ ജേണൽ എൻട്രി ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാണ്? റീപേ ചെയ്യാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിവിസിബിൾ പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് ആണ് ഈ ഒരു ക്യാപിറ്റൽ റിഡംഷന്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ക്യാപിറ്റൽ റീപേയ്മെന്റിന് അല്ലെങ്കിൽ അതിനെ റിഡീം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു കേസിൽ, അതായത് പ്രോഫിറ്റ്സ് എന്ന് നമ്മൾ എമൗണ്ട് എടുത്ത് റിഡീം ചെയ്യുമ്പോൾ ആ ഒരു ഡിവിസിബിൾ പ്രോഫിറ്റ്സിന്റെ എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദാറ്റ് മീൻസ് CRR, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയാണ്. ദെൻ അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞത്. അറ്റ് പാറിനും അതുപോലെ തന്നെ പ്രീമിയത്തിനും, പാറിനും പ്രീമിയത്തിനും പ്രിഫറൻസ് ഷെയർസിനെ റിഡീം ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ജേണൽ എൻട്രി അറ്റ് പാർ ആണെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ജേണൽ എൻട്രി ആണ്. ദെൻ ആ ഒരു റിഡംഷന്റെ എമൗണ്ട് ഡ്യൂ ആവുന്നു, ദെൻ പേ ചെയ്യുന്നു. ഇനി പ്രീമിയത്തിന് റിഡീം ചെയ്യുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ ആ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ദെൻ പ്രീമിയത്തിന്റെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റി പ്രീമിയം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന്. ദെൻ തേർഡ് എൻട്രി അത് ഡ്യൂ ആവുന്നതാണ്. ദെൻ ദ ലാസ്റ്റ് എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് നടത്തുന്നതാണ്. സോ നമ്മുടെ സെക്കൻഡ് മെത്തേഡ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്ന സെക്കൻഡ് മെത്തേഡാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ദെൻ ഇതിന്റെ പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.